ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും കൊച്ചടുക്കളയിൽ തന്നെയാണ് ഞാനിന്ന് കറങ്ങുന്നത് കേട്ടോ, കൂടുതൽ സമയവും. ഇനി ഞാനൊരു സത്യം കൂടി പറയാം. അതായത് കൊച്ചടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിവിടെ പുട്ടാണ്. അപ്പോൾ പുട്ടിനൊരു സൈഡ് ഡിഷ് വേണം. സൈഡ് ഡിഷ് സാധാരണയായിട്ട് ഇപ്പോൾ കടലക്കറി ആകാം, പയർ വേവിച്ചതാകാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പഴവും, നല്ല പഴുത്ത പഴവും പഞ്ചസാരയും പാലും, അതെല്ലാം നല്ല കോമ്പിനേഷനാണ്. പപ്പടം, വേറൊരു വെറൈറ്റി കോമ്പിനേഷൻ ഉണ്ട്, അതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അതാണ് ചെണ്ടമുറിയൻ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സൈഡിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു ചെണ്ടമുറിയൻ. ചെണ്ടമുറിയൻ എന്ന് പറയുമ്പോൾ ഏത്തപ്പഴം ഇങ്ങനെ ചെണ്ടയുടെ ഷേപ്പിലാണ്, സത്യത്തിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട്, ചെണ്ട എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെണ്ടയുടെ ഷേപ്പിലാണ് മുറിച്ചിട്ട് ശർക്കരപ്പാനിയിൽ കിടന്ന്, അതായത് വേവിച്ച് ശർക്കരപ്പാനിയിൽ കിടന്ന് വെന്ത് ഇങ്ങനെ കുറുകി വരുന്നതാണ് ചെണ്ടമുറിയൻ. അത് രണ്ട് രീതിയിൽ ചെയ്യും. പിന്നീട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതിലേക്ക് കുറച്ച് തിക്ക് കോക്കനട്ട് മിൽക്കും. പക്ഷേ ഞാൻ ആ തേങ്ങാപ്പാൽ ഒഴിക്കാത്തൊരു ഫോമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പോണത്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് അതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് വേണമെങ്കിലും ചെയ്യാം. ദേ നോക്കിക്കോളൂ. അപ്പോൾ അത്യാവശ്യം പഴുത്ത പഴമാണെങ്കിൽ ഒരു 5 ഏത്തപ്പഴം കിട്ടിയാൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഏത്തപ്പഴം ഇല്ലാത്തവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മോറിസ് പോലെയുള്ള പഴത്തിലുമൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇത് ചെണ്ട എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വേറെ ചില ജില്ലകളിൽ ഇതിങ്ങനെ തോടോടുകൂടി തന്നെ വലിയ ചെണ്ട പോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ മുറിച്ചിട്ട് ഇങ്ങനെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട്, തോടൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് അതോടുകൂടി ഈ ശർക്കരയുടെ ശർക്കരയിൽ ഇട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ച്, ചട്ടിയിലൊക്കെ വെച്ചിട്ട് വേവിച്ച് വറ്റിച്ച് ഇങ്ങനെ കുറുക്കിയെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങനെ ശർക്കരയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് വരും, ഭയങ്കര രസമാണത്. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ചെണ്ടമുറിയൻ്റെ ഒറിജിനൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈസാണ്, പക്ഷേ നമ്മൾ അത്ര വലുതാക്കുന്നില്ല. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഈ ട്രിവാൻഡ്രം സൈഡിലൊക്കെ. അപ്പോൾ ഒരു 5 മീഡിയം അല്ലെങ്കിൽ വലുതായാലും കുഴപ്പമില്ല ഏത്തപ്പഴം എടുക്കുക. നല്ല പഴുത്തതാണെങ്കിൽ ഏറ്റവും നല്ല. പിന്നെ നമുക്ക് ഒരു 200 ഗ്രാമോളം ശർക്കര, അതായത് വലിയ ഒരു ഉണ്ട ശർക്കര, അത് ചീകി എടുക്കുമ്പോൾ ഏകദേശം പൊടിച്ചെടുക്കുമോ ചീകിയെടുക്കുക ചെയ്യുമ്പോൾ ഒരു 240 ml എൻ്റെ ഈ ഒരു കപ്പിന് നിറച്ച് കുമിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ശർക്കര ഉരുകാനായിട്ട് വയ്ക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ അതുപോലെ നമ്മുടെ ഏത്തപ്പഴം കഷ്ണങ്ങളാക്കിയത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം, ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഒഴിക്കും. 1.25 മുതൽ 1.5 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് ആവശ്യത്തിന് വേകണം, കാര്യം ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വേകാൻ പാടാണ്. അപ്പോൾ വെന്തിട്ടാണ് ഒഴിക്കുന്നത്. ഇനി 2 അടുപ്പും കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഒരേ സമയം തന്നെ ആകുമല്ലോ. അപ്പോൾ ഒരു സൈഡിൽ ഏത്തപ്പഴം വേകുന്നു, ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ശർക്കര ഒരുക്കാൻ വെച്ചു. പുട്ടെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ചെണ്ടമുറിയനും കൂടി ആയിക്കഴിഞ്ഞാൽ, പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ഭക്ഷണം എന്താ പറയുക, രാവിലത്തെ പ്രാതൽ അഥവാ ബ്രേക്ക്ഫാസ്റ്റ് കുശാൽ. അങ്ങനെയാണ് ഇന്നത്തെ തീരുമാനം. ശർക്കര ഒരുക്കാൻ വെച്ചത് ഇതേ പെട്ടെന്ന് തന്നെ ഒരുക്കി കഴിഞ്ഞു, സംഭവം റെഡി. ഇത് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇപ്പോൾ പഴത്തിലേക്ക് ചേർക്കുമ്പോൾ അരിച്ചൊഴിക്കാം. ഇത് നോക്കിയേ, പഴം തിളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ആയിട്ടില്ല, ഓൾമോസ്റ്റ്. അപ്പോൾ ഇതൊരു നമ്മൾ ശരിക്കൊരു കണക്ക് പറഞ്ഞാൽ വലിയ പഴമാണെങ്കിൽ ഒരു 4 ഏത്തപ്പഴമാണെങ്കിലും മതി. ഞാനിപ്പോൾ 4 ഏത്തപ്പഴമാണ് എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണമാണ്. ഓക്കെ, 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. ഇത് വേകാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ്. നന്നായിട്ട് തള വന്നു. ഇനി ഇത് വെന്തോളും. വെന്ത് കഴിയുമ്പോൾ ഏകദേശം വെള്ളം വറ്റും. അതാണ് നമുക്ക് വേണ്ടത്. അതുവരെ കിടക്കട്ടെ. ഓക്കെ, ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഓൾമോസ്റ്റ് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിരിക്കുകയാണ്. നോക്കി, ഇനി ഞാൻ ശർക്കര ഒഴുക്കിയത് അരിച്ചൊഴിക്കാം. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ ശർക്കര ഒഴിക്കുന്നത്, അല്ലെങ്കിൽ വേഗില്ല. പിന്നെ ഇനി നമ്മുടെ പഴം കൂടുതലായിട്ട് വേകാനൊന്നുമില്ല, ആവശ്യത്തിന് വെന്ത് കഴിയും. ഇനി ഈ ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ, തിളച്ച് കുറുകണം. അതാണ് നമുക്ക് വേണ്ടത്. ഇനി മറ്റൊരു ഓപ്ഷനും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ 1 കപ്പ് കുമിച്ചെടുത്തു ശർക്കര, എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുത്തത്. ഇതിന് പകരം 3/4 കപ്പ് ശർക്കര എടുത്തിട്ട് ഇതുപോലെ ഉരുക്കുക. എന്നിട്ട് ഈ ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി വേണമെങ്കിൽ ഇതിനോടൊപ്പം ഇട്ടിട്ട്, അപ്പോൾ കുറച്ചുകൂടി ഒരു ഗോൾഡൻ കളർ കിട്ടും.
കുറച്ചുകൂടെ ഗ്ലേസിങ് ഉണ്ടാവും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പഞ്ചസാര ഇടുന്നില്ല, ഉള്ളി ശർക്കര. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിൽ കടന്നിട്ടാണ് കുറുകി വരേണ്ടത്. ഇനി ഒരു നല്ല തിളയെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഈ ബാക്കി കാര്യങ്ങൾ പ്രോസസ്സിങ് എല്ലാം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കറക്റ്റ് പാകത്തിനായി കഴിഞ്ഞു നമ്മുടെ ചെണ്ടമുറിയൻ. അപ്പോൾ ഇതിപ്പോൾ ശർക്കര മാത്രം. ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ പഞ്ചസാരയും കൂടി അല്പം മിക്സ് ചെയ്താൽ അവസാനം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാലും മതി, ഒരു ഗ്ലേസിങ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൽ കുറച്ച് കുറുക്കിയ തേങ്ങാപ്പാൽ ലാസ്റ്റ് പാർട്ടിൽ എടുക്കുന്നതിന് മുന്നേ ഒഴിച്ച് എടുക്കുന്ന ഒരു രീതിയും ഉണ്ട്. പക്ഷേ അതില്ലാണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി ഇതിനകത്തത് ഇത് ചെയ്യാനുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് നെയ്യ്, നല്ല ശുദ്ധമായ പശുവിൻ നെയ്യും ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി ഇടുമ്പോഴാണ് ആ ഒരു മണം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ചുക്കുപൊടി ഇട്ടാലും നല്ലതാണ്, കുറച്ച് ഇതിനോടൊപ്പം വളരെ ഗംഭീരമായിരിക്കും. അപ്പോൾ ഏലക്കാപ്പൊടി 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം, നമ്മുടെ ഇഷ്ടം. കാണുന്നുണ്ട്, നല്ല കുറുകി കഴിഞ്ഞ് മതി. തീ ഓഫ് ചെയ്യാൻ പോകുന്നു. ഇനി കുറച്ച് നെയ്യ്, ഞാൻ പറഞ്ഞല്ലോ നെയ്യും ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എത്ര വേണം. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ആകാം. അത്രയേ ഉള്ളൂ. സിമ്പിൾ ബട്ട് പവർഫുൾ സംഭവം നമ്മളുടെ ചെണ്ടമുറിയൻ റെഡിയായി കഴിഞ്ഞു. കാണുന്നുണ്ടല്ലോ, കുറുകിയ ചാറോടുകൂടി. വെരി വെരി നൈസ്. എന്താ ടേസ്റ്റ് അറിയാം, നമ്മൾ പഞ്ചാമൃതമൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും, അത്ര സ്വാദാണ്. നമ്മുടെ തേൻ നെല്ലിക്ക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. എന്താ ടേസ്റ്റ് അറിയാമോ, ആ ശർക്കര പനിയിലിങ്ങനെ മുങ്ങിക്കിടക്കുന്ന നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ പീസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഏത്തപ്പഴത്തിന് പകരം അത്യാവശ്യം അല്ലാത്ത പഴങ്ങളിലും ചെയ്യാം. അപ്പോൾ ഇത്രയും ടൈം വേണ്ടി വരില്ല. കുറച്ചുകൂടി കുറച്ച് സമയത്ത് ഒരുപാട് വെന്ത് കലങ്ങി പോകാണ്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പുട്ടിൻ്റെ കോംബോ. ഇതിൻ്റെ കൂടെ പപ്പടവും കൂടി ഉണ്ടാവും. ഓക്കെ, നമ്മളുടെ ചെണ്ടമുറിയൻ പുട്ട് നോക്കിയേ, സോഫ്റ്റ് പുട്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അത് കാസറോളിൽ ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിട്ട് തന്നെ ആയിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പുട്ടുണ്ടാക്കുക, നമ്മുടെ വീഡിയോസ് നോക്കിയാൽ മതി. പഴയ വീഡിയോസിൽ നല്ല അരിപ്പുട്ടുണ്ടാക്കുന്ന രീതിയെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ കാണണ്ടേ, വിളമ്പി കാണിച്ചു തരാം. ഒരു പീസ് പുട്ട്, ഇനി നമ്മുടെ ചെണ്ടമുറിയനെയും കൂടി വിളമ്പാം. അങ്ങനെ പഴം നുറുക്കം കൂടി ആകുമ്പോൾ പെർഫെക്റ്റ് കോമ്പിനേഷൻ. വാവ്, എങ്ങനെയുണ്ട്, നല്ലതല്ലേ? നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ, നല്ല ഹെൽത്തി, വളരെ നല്ലതാണ് ഏത്തപ്പഴമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ പ്ലേറ്റിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അത്രയും എനിക്ക് വേണ്ട, ഞാൻ അത്രയും കഴിക്കില്ല. പക്ഷേ എനിക്ക് ചെണ്ടമുറിയൻ അത്രയും കഴിക്കും. പിന്നെ പുട്ട് എനിക്ക് അത്രയും വേണ്ട. ബട്ട് ഏത്തപ്പഴം എൻ്റെ ഫേവറേറ്റ് ആണെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. അതേ നോക്കിയാൽ കഴിക്കട്ടെ. നോക്കൂ എൻ്റെ ടെക്സ്ചറെല്ലാം. ഓ മൈ ഗോഡ്, ആ ശർക്കര സിറപ്പിൽ മുങ്ങിക്കിടക്കുന്ന ചെണ്ടമുറിയൻ വിത്ത് പുട്ട് കോമ്പിനേഷൻ ചിന്തിക്കുന്നതിനപ്പുറമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഓക്കെ, ആഹാ, ഫിംഗർ ലിക്കിങ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ അറിയാണ്ട് വിരൽ പോലും നമ്മളിങ്ങനെ നക്കിപ്പോകും. ആ രീതിയിലുള്ള സ്വാദാണ്. എൻ്റെ ഫേവറേറ്റാണ് ഈ ഒരു കോംബോ. എനിക്ക് ചെണ്ടമുറിയൻ എങ്ങനെ കഴിച്ചാലും ഇഷ്ടമാണ്. പുട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നില്ല, ഉണ്ടാക്കി കഴിക്കാൻ. ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ എത്രയോ ദൂരത്താണല്ലേ, പരസ്പരം മീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക, കഴിക്കുക. പക്ഷേ ഈ സെയിം റെസിപ്പി ഇതുപോലെ ഞാൻ കാണിച്ച പോലെ റീക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേ റിസൾട്ട് കിട്ടും. ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നവരെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ആസ്വദിച്ച് കഴിച്ചാലേ പറ്റുള്ളൂ. സോ നൈസ്, സോ ഗുഡ്.
അതായത് നമ്മൾ പുട്ടും കടലയും എപ്പോഴും ഉള്ളൊരു കോമ്പിനേഷൻ ആണല്ലോ, ഇറച്ചി ഇങ്ങനെ, അതായത് ഒരു ഹോട്ടായിട്ടുള്ള, അതായത് എരിവുള്ള കാര്യങ്ങൾ, സേവറി ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനാണ്. പക്ഷേ സ്വീറ്റ് കോമ്പിനേഷൻ അങ്ങനെ എപ്പോഴും കാണാറില്ലല്ലോ. ഇത് നല്ലൊരു പുട്ടിൻ്റെ സ്വീറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യുന്നവരും ഉണ്ട്, അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ഒരു കറക്റ്റ് ഫോർമാറ്റ്, പുട്ടിന് കറക്റ്റ് ആയിരിക്കും. കഴിച്ച് തീർക്കട്ടെ. ഇത് ഇത്രയും ഞാൻ കഴിക്കും. അങ്ങനെ സന്തോഷത്തോടു കൂടി പുട്ടും ചെണ്ടമുറിയനും കഴിച്ച് കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടും സാധാരണ എന്താ പറയുക, പഴം വെറുതെ രസകദളിയോ പാളയംകോടനോ പഴമൊക്കെ ഞെകിടിയിട്ട് കഴിക്കുമ്പോൾ അതിനെക്കാട്ടിലും ഭയങ്കര സ്വാദാണിത്. രക്ഷയില്ല. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും, ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും, ഉണ്ടാക്കാറുണ്ടാകും. പക്ഷേ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കുക, നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഫീഡ്ബാക്ക്സ് തരാൻ മറക്കരുത്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം, ഫീഡ്ബാക്ക്സ് തരണം. കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അപ്പോൾ ഇതെല്ലാം എനിക്കൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇനി നല്ല നല്ല കാര്യങ്ങൾ തയ്യാറാക്കി കാണിക്കാൻ. ഓക്കെ, അപ്പം ഞാൻ എന്തൊക്കെയാണോ ഇവിടെ ചെയ്യുന്നത് അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കുറേ ഈ കൊച്ചടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിന് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഓരോ ദിവസം. അപ്പോൾ അത് ഞാനിപ്പോൾ പിക്ചറൈസ് ചെയ്ത് നിങ്ങൾക്ക് തരാണ്. മേളത്തെ കിച്ചണിൽ ചെയ്യുമ്പോൾ ടെറസ് കിച്ചണിലാണെങ്കിൽ അവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ താഴേക്ക് കൊണ്ടുവരും, അങ്ങനെയാണ് രീതി. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.